ഹായ് ഗായ്സ്, വി ആർ ലവ് ടു പൺസിയുടെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് അലമ്പൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാര്യം ഇന്ന് സാധാരണ നമ്മൾ വീഡിയോ എടുക്കുന്ന കണക്കല്ല, നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഒരു വൈബ്. ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഇങ്ങനെ ഒരു വീട് എനിക്കുണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോ എടുക്കാണ്ട് സൂപ്പർ ആയിരിക്കും കേട്ടോ. കാര്യം നല്ല വൈബാണ് കേട്ടോ, സൂപ്പറാണ്. ചേച്ചി എന്തിനൊക്കെ അവിടെ പിള്ളേരെ ചീത്ത പറയുന്നുണ്ട്, എന്തിനാണെന്തോ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എല്ലാവരും, അമ്മയുടെ ഫാമിലിയിൽ അത്യാവശ്യം എല്ലാവരും തന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി. അപ്പം എല്ലാവരും വെച്ചാൽ അമ്മ, വല്യമ്മ, അതുകൊണക്ക് വല്യമ്മയുടെ 2 മക്കൾ, അതിലൊരു ഒരു മോളുടെ വീടാണിത്. പിന്നെ ചേട്ടൻ, അതുകൊണക്ക് തന്നെ ഉഷ വല്യമ്മ, അങ്ങനെ എല്ലാവരും കൂടെ അടങ്ങിയിട്ടുള്ളൊരു ഹാപ്പി വീഡിയോ ആയിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ. ഇവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ എല്ലാവരും വന്നതേ ഇറങ്ങി കേട്ടോ, കളിക്കാണ്ട് ബോളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിള്ളേരോട് ചേച്ചിയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെക്കാളും ചെറിയ കുട്ടിയാണ്. പിന്നെ സൂര്യനൊക്കെ ഇങ്ങനെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരു 4, 4:30, 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സൂര്യാസ്തമനമൊക്കെ നടക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിനിപ്പുറം നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ മുഖത്തോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്ന കേട്ടോ, കാണാനായിട്ട് നല്ല വൈബാണ്, സൂപ്പറാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്നൊരു വെള്ളമൊക്കെ കുടിച്ചു, ഇതെല്ലാം കൊണ്ട് കഴുകി വെച്ചിട്ടോട്ടെ. എന്തിട്ട് വേണ്ട, ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ വന്നു കേട്ടോ. ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ജാതിയാണ് കേട്ടോ. ജാതിയിൽ അവർ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഫോൺ എടുക്കാൻ വേണ്ടി വണ്ടിക്കകത്ത് ഫോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പോയപ്പോൾ എടുത്തുകൊണ്ട് പോയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇറങ്ങിയത്. അമ്മൂമ്മ ഞങ്ങൾ എന്നിപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ ഇരിക്കുന്നവനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. തൊപ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റായിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. കേക്കും മിച്ചറും പാക്കറ്റൊക്കെ വണ്ടിയുടെ ഡിക്കിക്കകത്ത് കിടന്നു കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അകത്തോട്ട് കൊണ്ടുപോയി, ഇത് എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ക്രിസ്മസ് ആയിട്ട് കേക്കാണല്ലോ മസ്റ്റ്. ഇത് ചേച്ചിയൊക്കെ ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വാ, ഇഷ്ടപ്പെട്ടോ? സന്തോഷമായോ? ഇഷ്ടപ്പെട്ടോ? വീട് ഇഷ്ടപ്പെട്ടോ? എന്നാൽ വല്യമ്മേടെ നമുക്ക് എഴുതി മേടിക്കാം, ഇഷ്ടമായെങ്കിൽ. എന്ത് എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അകത്ത്. ചെടികൾക്കിടയിലൂടെയൊക്കെ സൂര്യനൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല വൈബാണ് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്. കാര്യം എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവാണ് കേട്ടോ. 2 നമ്മുടെ ജാതി അതിലിങ്ങനെ ഇരിക്കാനായിട്ടൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ ഇവിടെ ഇരിക്കാം. നമുക്ക് എന്തെങ്കിലും മനസ്സിനൊക്കെ വിഷമമുണ്ടെങ്കിൽ ഇങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ പണിതിട്ടേക്കുന്ന വീട്. അതായത് നമുക്കിങ്ങനെ ഇരുന്ന് ഉമ്മർത്തൊക്കെ നോക്കിയിരുന്ന് കുറച്ച് ഫോണൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാൻ സുഖമാണ് കേട്ടോ. കാറ്റൊക്കെ അടിച്ച് വൈബ് സ്ഥലമാണ് കേട്ടോ, സൂപ്പർ. അപ്പോൾ എല്ലാവരും അകത്ത് വന്നതിൻ്റെ വർത്താനം കാര്യങ്ങൾ പതിയെ ഞാൻ എല്ലാവരെയും കാണിക്കട്ടെ. എല്ലാവരും ഇപ്പോൾ ബിസി കാര്യം. വൈകിട്ടത്തേക്ക് ബാക്കിയുള്ളവരും കൂടെ വരും. ഇപ്പം ചേച്ചിമാർ 2 പേരും ഉണ്ട്, അവർക്ക് പിള്ളേർ സെറ്റുകളൊക്കെ ഉണ്ട്, വല്യമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, ഞങ്ങളുണ്ട്. വൈകിട്ടാകുമ്പോഴത്തേക്കും വേറെ വല്യമ്മ വരും, അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ വരും കേട്ടോ. അപ്പം എല്ലാവരെയും കൂടെ ഞാൻ ആ ടൈമിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എല്ലാ പിള്ളേരെല്ലാം ഇങ്ങനെ ചീറിപ്പാഞ്ഞ് നടക്കുകയാണ് കൈ, സന്തോഷം കൊണ്ട്. ഐറ്റങ്ങൾക്ക് സ്വർഗം കിട്ടിയ അവസ്ഥ. കളിച്ചു ചാനിക്കുട്ടിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ പിടിച്ചു പോയി കൈ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് വലിയവർക്കേ ഭയങ്കര പോസിറ്റീവ്, വളരെ അടിപൊളി, നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പിള്ളേരെ കാര്യം പറയണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് 2 ആ ഒരു ഇതിൻ്റെ മുകളിലാണ് കേട്ടോ. എക്സ്ക്യൂസ് മീ, അവിടെ നിന്ന് താഴോട്ട് വീഴല്ലേ? ഇഷ്ടപ്പെട്ടോ? ആൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട്. എന്നോട് ചോദിച്ചു അമ്മ ഉടുപ്പ് മാറ്റണമെന്നൊക്കെ ചോദിച്ചു. ഇന്ന് ഒരു കൊലുസ് കൊണ്ട് കളഞ്ഞു കേട്ടോ, ഒരു കൊലുസ് മിസ്സിങ് ആയിട്ടുണ്ട്. എവിടെ പോയെന്നൊന്നും അറിയില്ല. കൊലുസ് എവിടെയാ കൊണ്ട് കളഞ്ഞേ? വെള്ളി കൊലുസ് ഒരെണ്ണം. എന്നതാടോ ഉരുണ്ട് പെരണ്ട് വീണ്. ഉടുപ്പ് നല്ല രസമുണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഒരു ഉടുപ്പ്. അത് പയ്യന് കൊടുത്ത അമ്മ. തരാം. ശരി, മേടിച്ചു തരാം. ശരി ആയിക്കോട്ടെ. ഇതൊന്ന് സീരിയസ് ആയിട്ടാ, അതുണ്ടെങ്കിൽ ഇടാത്ത ആളാണ്. തുടങ്ങി പരിപാടി, ഇനി അംഗമാണ്. മണ്ണിൽ കളിക്കണ്ട കേട്ടോ. പക്ഷെ ഇവിടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ കളിക്കാൻ വൈബല്ലേ തത്തമ്മ ചേച്ചി? അല്ല, ഭയങ്കര വളരെ പോസിറ്റീവാണ് കേട്ടോ, സൂപ്പറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ. ഇരുന്ന് നമുക്ക് റിലാക്സ് ചെയ്ത് കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇതിൽ കുറച്ച് 2 ലൈറ്റും കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ വാവ്, സൂപ്പർ ഡ്യൂപ്പർ. അമ്മ സവാരിക്ക് ഇറങ്ങിയിട്ട് ഏതെല്ലാം ചെടികളുണ്ട് മുറ്റത്ത്, പോകുമ്പോൾ ഏതെല്ലാം പറിച്ചുകൊണ്ട് പോകും, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നാള് ചേച്ചി നന്നായിട്ട് ചെടികൾ നട്ടുപിടിപ്പിക്കട്ടെ. ഇഷ്ടംപോലെ ചെടികളുണ്ട്, താമരയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എന്തെയോ നോക്കണം. എന്ത്? ചിങ്കിരി പറ്റാളം, ചുമുക്കി പറ്റാളം, കുഞ്ഞിനെ കുഞ്ഞി വെക്കാം.
ഞങ്ങള് വന്നത് ടാസ്ക് ആയിരുന്നു ഗൈസ്. ഒരു മെന്റൽ പിടിച്ച ചേട്ടനോട് പോയിട്ട് വഴി ചോദിച്ചു. ആ ഞാൻ വിചാരിച്ചിട്ട് അയാള് ഫോൺ കൊണ്ടുപോയി എന്നൊക്കെ വിചാരിച്ചു. അമ്മാതിരി സീന്. ഇതാണ് വഴി അറിയാണ്ട് വന്നാലുള്ള ടാസ്ക്. പിള്ളേർക്കല്ല. ജാനി പിന്നെ ഇടുക്കിയിലെങ്കിലും പോയി ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവര് പൂഞ്ചയും പാറും വീട്ടിൽ തന്നെയല്ല, എങ്ങോട്ടേക്കും പോകാറില്ലല്ലോ. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവർക്ക് എവിടെയും കൊണ്ടുപോകാൻ ടൈമും ഇല്ല കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മളിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ അകത്തോട്ട് പോവാണ് കേട്ടോ. ഇത് തെന്നി വീഴല്ലേടാ. അതിൽ ഓട്ടി വരുമ്പോഴും ആ ഒരു സ്പീഡിൽ വരുമ്പോൾ ഇവിടെ കിടക്കുന്ന ചവിട്ടി തെന്നി അങ്ങ് പോകും. അപ്പം ഗൈസ് എന്തെങ്കിലും പോയി ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ വരാമേ. തോന്നുന്നത്തേക്ക് അമ്മൂന്ന് അവിടെ നിന്നൊരു വിളി വന്നു. എന്താ നാരങ്ങ വെള്ളമാണോ? നാരങ്ങ വെള്ളമാണോ? ആ നല്ലതാണോ? ആ നല്ല വൈബ് സാധനം കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. സൂപ്പർ ഡൂപ്പർ. വന്നതേ ഒരു ബോളും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ ചെടി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും എല്ലാത്തിനിട്ടുവേ. ആറ്റുനോട്ട് അത് വളർത്തിക്കൊണ്ട് വരുന്നത്. ഞാൻ ഈ ഗ്ലാസ്സൊക്കെ കൊണ്ട് കഴുകി വെച്ചിട്ട് വന്നിട്ട് ഇവിടെ എന്തെല്ലാം ചെടികളുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൂപ്പനെ കാണിച്ചു തരാം കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ മോണക്ക് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിരിക്കുക കേട്ടോ. അതിന് പറ്റിയ ബനിയനും തൊപ്പിയും. ധാര ഈ തൊപ്പി തന്നാള് ചുമയാന്ന് എനിക്ക് മനസ്സിലായി. കാറ്റടിച്ച് വന്നിട്ടാണോ? തക്കുടുവിന്റെ തൊപ്പിയാണോ? ക്രിസ്മസ് അപ്പൂപ്പൻ ഇരിക്കുന്ന കണക്കുണ്ടല്ലോ. ഇന്നലെ ക്രിസ്മസ് അപ്പൂപ്പന്റെ തൊപ്പി എടുത്തു, ഇന്ന് ഇത് തന്നു എന്നൊക്കെ കേട്ടോ അമ്മൂമ്മ പറയുന്നത്. ഉഷ്ടലിമ പോരും, അമ്മൂമ്മയോട് പറഞ്ഞോ? ഇല്ലേ? ഓക്കെ എന്നാ അവിടെ ഇരുന്നോ. അല്ല ഞാൻ വീഡിയോ എടുത്തതാ, വിച്ചു കാണാൻ വേണ്ടി എടുത്തതാ. ഈ ചെറുതായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി കൊടുത്ത് പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് വന്നപ്പോൾ ദേ ഇവിടെ കുട്ടിയും കുട്ടിയുടെ കുട്ടികളും കൂടെ നിന്നിട്ട് ഭയങ്കര പോളുകളിയാണ് കേട്ടോ. എന്നെ കൂട്ടാണ് ഇഷ്ടങ്ങള്. ഞാൻ ക്ഷമിച്ചു ഗൈസ്, ക്ഷമിക്കാണ്ട് പറഞ്ഞത് പറ്റില്ലല്ലോ. അത് ഞാൻ പറഞ്ഞേ. ചേച്ചിയുടെ ചെടി കളഞ്ഞിട്ടുണ്ട്, ചേച്ചി തട്ടും എല്ലാത്തിനും. ഇന്ന് ആറ്റുനോറ്റ് സൂക്ഷിച്ചുണ്ടാക്കിയ സാധനം ഒറ്റ ദിവസം കൊണ്ട് ഒന്ന് പൊളിച്ചെടുക്കുക, നമ്മൾ കൈ കൊടുക്കും. അതാണ് നമ്മൾ. അമ്മേനെ ഞങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞോണ്ട് പിള്ളേര് എടിക്കും കൊള്ളി. ഇവള് വീട്ടിൽ വെച്ച് ഒരു പാസരം കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഗൈസ് ഇത് ഒരെണ്ണം കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇത് ഈ ലെഗിൻസിനകത്ത് കയറിയിരിക്കാന്നുള്ളത് ഞങ്ങൾ നോക്കിയില്ല, പോയി എന്ന് വിചാരിച്ച് മറ്റേതവിടെ ഊരി വെച്ചു. കേറിപ്പോയി കാണും. അതിപ്പം ഇതെന്തിട്ട് സാറ് ഒരു കാലിൽ മാത്രം ചിന്തിച്ചപ്പോഴാണ് ഒരെണ്ണം വീട്ടിൽ ഊരി വെച്ചു. ഭാഗ്യമുണ്ട് ചോദിക്കാന്നെ. ഞാൻ ഒരു വീഡിയോ അതിനിടയില്ല, ഞാൻ വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വേണ്ട ഗൈസ് ചേച്ചിയുടെ ചെടികൾ കാണിക്കാട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിലെ കൊങ്ങിണിച്ചെടി. ഇവിടെ ഇട്ടാമി എന്ന് പറയും കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടില് എന്താ പറയാ കാടുകളിലൊക്കെ നിൽക്കുന്ന ചെടിയാണ് കേട്ടോ. പക്ഷെ ഇത് ഇവിടങ്ങളിലൊക്കെ വീടുകളിലാണ് കേട്ടോ എല്ലാവരും നട്ടുപിടിപ്പിക്കുന്നത്. ഐറ്റങ്ങളുടെ അലമ്പ് കാരണം നിങ്ങൾക്ക് എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അമ്മ കൊലുസുണ്ട്, അവളുടെ കാലിൽ തന്നെ ഉണ്ട് ഗൈസ്. വേണ്ട ഇതൊക്കെയാണ് കേട്ടോ ചേച്ചിയുടെ ചെടികൾ. എല്ലാം പൂവായി വരുന്നേ ഉള്ളൂ. ഏത് ചെടിയിലാ? ആ അതേ തല ഇടിച്ച്. ഏത് ചെടി? ഞാൻ അമ്മയുടെ പുറകെ പോകുന്നുണ്ട്. ഓ വാ, ഇതെന്ത് സാധനം ഇത്? ആ ഇത് കൊള്ളാട്ടോ. യെല്ലോ കളർ അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാണ്ട്. തൂങ്ങിക്കിടക്കുന്ന പൂ. ഒരു കുഞ്ഞു വള്ളിയാന്നാട്ടാ കയറി വന്നേക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാനായിട്ട്. നിറച്ച് ചെടികളൊക്കെയാണ് കേട്ടോ. ഓരോരോ വെറൈറ്റി ചെടിയാ. ഇവിടെ എവിടെ കണ്ട് ചേച്ചിയുടെ മറ്റേ താമരക്കുളമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എവിടെയോ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ കളറും കൊള്ളാം അല്ലേ? വൈലറ്റ് അല്ലേ? ഇത് നമ്മുടെ അവിടെ ഇല്ലല്ലോ. കൊള്ളാം കൊള്ളാം. ഇത് പൊക്കടന്ന് ചേച്ചി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ റെഡും നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ആ കുഞ്ഞു കുഞ്ഞു പൂണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കാണുമ്പോൾ എല്ലാത്തിൻ്റെ ഒരു പ്രത്യേകതരം ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇവിടെ? അല്ലല്ലേ? ഭയങ്കര രസം. ആ എല്ലാം ഒരു നാട്ടും പുറത്തെ ഒരു വീട് കണക്ക്. ബോഗൺവില്ല അല്ലേ? നാട്ടും പുറത്തെ ഒരു വൈബ് കേട്ടോ. നമ്മുടെ ചേട്ടൻ അബുദാബിയിലാണ് കേട്ടോ. ഇവിടുത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ അബുദാബിയിലാണ്. ചേട്ടൻ വെച്ച വീടാണ് കേട്ടോ. സൂപ്പർ. നമുക്കൊരു ഭയങ്കര പോസിറ്റീവാണ്. ഭയങ്കര പോസിറ്റീവ് എന്ന് വെച്ചാൽ വളരെ പോസിറ്റീവാണ്. കൂടുതൽ ഇവിടെ ഒരു കട്ടൻ ചായ ഒക്കെ എടുത്തുകൊണ്ട് വന്നിങ്ങനെ ഇരുന്ന്
അങ്ങോട്ടേക്കൊക്കെ നോക്കിയിരുന്ന് പിള്ളേരുടെ പരിപാടിയൊക്കെ കാണാം. വാ അന്തസ്സു. അപ്പോൾ നമ്മുടെ സൂര്യനൊക്കെ മോന്തൊക്കെ അടിച്ചോണക്ക് തന്നെ ആൾ പോയി കേട്ടോ. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. പിള്ളേർ ഭയങ്കര കളിയാണ് ഇവിടെ. ചേച്ചി മാസങ്ങളായിട്ട് കഷ്ടപ്പെട്ട് നട്ട് നനച്ച് വളർത്തിയ ചെടിയല്ല ഇവർ ഒറ്റ ദിവസം കൊണ്ട് പറിക്കുന്ന ലക്ഷണമുണ്ട് കേട്ടോ. ആരെങ്കിലും ദേഹത്തുണ്ടോ? ഒരു ബോൾ അടിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി. എന്തിട്ടല്ലേ. എന്തായാലും പിള്ളേർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് പരിപാടി കുറച്ച് ഹെൽപ്പൊക്കെ അകത്ത് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന കാര്യം നമുക്കിത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ലേ. ഇങ്ങനത്തെ ഒരു പോസിറ്റിവിറ്റിയൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ അകത്തോട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടോ. പായ്വതീനെ ഒന്നും കണ്ടു കിട്ടാനില്ല ഗൈസ്. ഓട്ടം ചാട്ടം ബഹളം, എന്താ സ്വർഗം കിട്ടിയ അവസ്ഥ. ഓ ആരോ പറഞ്ഞു കൊടുക്ക്. എന്തോ വലിയ പണി ചെയ്തിട്ടിരിക്കല്ലേ. എന്തോ ചേച്ചി തിന്നാനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് സാധനം അത്? പറയൂ. മുട്ട ബജ്ജി. വൗ യമ്മി. മുട്ട ബജ്ജി. ആർക്ക് വേണം? വേണ്ടവര് ഇങ്ങ് വരേണ്ടതാണ്. എക്സ്ക്യൂസ് മീ പിള്ളേരെ ഇങ്ങോട്ട് വാ. മുട്ട ബജ്ജി വരൂ. അതെ കഴിച്ചിട്ടാവാം. ക്ഷീണമായില്ലേ. ഓടി വാ. എന്ത് ചാലി വാ. തൊലി വേണ്ട, മുട്ട മാത്രം മതി. അതിൻ്റെ ഇടയ്ക്ക് തട്ടാനായിട്ട് ഓടുന്നു. അതിനങ്ങനത്തെ വലിയ പിടുത്തമില്ല. അതെ ബജ്ജി പാത്രമൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ. വരും ഡോണ്ട് വേസ്റ്റ് ആഹാരല്ല, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. ഇറങ്ങിപ്പോയി. ബോളിവുഡ് ചാമ്പ്യനായിരുന്നു കേട്ടോ. ബോളിവുഡ് അല്ല, എന്ത് ചാമ്പ്യൻ? ബോളിവുഡ് ചാമ്പ്യനോ? വോളിബോൾ ചാമ്പ്യനായിരുന്നു. ഇതിപ്പോ അവൻ പറഞ്ഞോണ്ടല്ലോ. എന്താ ഫുഡ് എന്തെന്ന് ഒരു ഡയലോഗ് അടിച്ചില്ല. ഡോണ്ട് വേസ്റ്റ് ആഹാരം. ഫുഡ് എന്ന് പറയണ്ടേ. ചേച്ചി ഓരോ പണികൾ തന്നോണ്ടിരിക്കുക കേട്ടോ. ദേ അടുത്ത സാധനം കേക്ക്. വാവ്. ഇതിലോട്ട് ചെറിയൊരു നോട്ടമുള്ളത് കൊണ്ട് വല്ലയിടത്തും പോകുമ്പോ ആക്രാന്തമായിരിക്കും ഗൈസ്. അതെ നൈറ്റ് കഴിഞ്ഞിട്ട് നൈറ്റ് ഓഫ് നൈറ്റ് അതെന്ത് നാളെ ലീവ് ചെല്ലുമ്പോ ഞാൻ എന്താക്കോ വെളിയിലാക്കോ എന്തിനാ പോന്നെ ഡ്യൂട്ടിക്ക് നമ്മുടെ മോള് അമ്മ തിന്നില്ല ആരും തിന്നില്ല. ചൂടുള്ള പിന്നെ നെയ്യപ്പല്ല കേക്ക്. പിള്ളേര് പോയി നിക്കണം. പിള്ളേരിടാ ഇതിനെന്തൊരു പേരുണ്ടല്ലോ, ഇട്ടൂലിയോ എന്തെന്ന് ഇതിനെന്താ പേര്? അതിനെന്തൊരു പേരുണ്ട്, ഇട്ടൂലിയോ അങ്ങനെ എന്തോ. തിരിഞ്ഞേക്ക് ചതിയാ നൈസായിട്ട് അവിടെ എന്നിട്ട് നീ അവളുമാരോടെ പഴക്കി അവിടെ നിന്നിട്ട് നോക്കുന്നത്. ചമ്മി ചൂടുണ്ടോ? നീ എടാ കണ്ണ് തുറന്നോക്കടാ. ലവൻ ഈ വക കളിക്കുന്നില്ല കേട്ടോ. ആളെ ബോളിന്റെ ആളാണ്. ചൂടുണ്ട് ചൂടില്ല
ചൂടില്ല. കട്ടത്തണുപ്പ്. ആ ചൂട് കിട്ടി. ചേട്ടായി സ്കോർ അടിച്ചോണ്ടിരിക്കാണല്ലോ. കിട്ടുള്ളൂ കളിയായി ദേഷ്യം വന്നിട്ട്. ഫ്രണ്ടിലിരുന്നിരുന്ന് മടുത്തപ്പോ ഹിമചേച്ചിയുടെ വീടിന്റെ പുറകുവശത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച കണ്ടത് ഗൈസ്. പാവയ്ക്ക കൃഷിയുണ്ട്. ഞാൻ ഹിമചേച്ചിയുടെ കൃഷിയട കാണിക്കാൻ വേണ്ടി വന്നതാ. നേ വരുന്നു പടാ. പാവയ്ക്ക കൃഷിയുണ്ട്. ഇത് നോക്കിയേ ഗൈസ്, ഒരു കുക്കുംബറില്ലേ, ഇത് പൊട്ടിക്കാറായതാണോ ചേച്ചി? അല്ലല്ലോ, ഇത് ഇനി വലുതാവില്ലേ? ആണോ? പടവലങ്ങിയുണ്ടോ? അതെവിടെ? അത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇതാന്ന് തോന്നുന്നുണ്ട്, ഈ പേപ്പർ ഇട്ട് ഇതൊക്കെ ആക്കിയെന്നാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പാവയ്ക്ക, അതുകൊണ്ട് കുക്കുംബർ. പിന്നെ ഇവിടെ നേരത്തെ എന്ന് വെച്ചാൽ നിറച്ചും മുളകായിരിക്കും കേട്ടോ. മുളകെന്ന് വെച്ചാൽ പല വെറൈറ്റി മുളകുകൾ ചേച്ചി ചെയ്ത് വയ്ക്കുമായിരുന്നേ, നട്ട് വയ്ക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ നിറച്ച് ഇവിടെ മുളകും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനെന്താ പറയുന്നത്, എന്തൊരു പേര് പറയുമല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നു പോയി കേട്ടോ ഗൈസ്. അപ്പോൾ വേണ്ടേ, ഇതൊക്കെയാണ് ചേച്ചിയുടെ കൃഷിയിടങ്ങൾ കേട്ടോ. ചേച്ചി നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വെറുതെ ഒന്നും ഇരിക്കത്തില്ല, അത്യാവശ്യം വർക്കൊക്കെ ചെയ്യട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് നട്ട് പിടിപ്പിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ചേച്ചി ഇറങ്ങിയേക്കാണ്. ഇവിടെ ഉണ്ട്. ഇതാണ് പുറകുവശം വീടിൻ്റെ. ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് ഇത് കൂടെ ഒക്കെ ഇറങ്ങി കാണാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. വിച്ചുവിനെ വിളിച്ചിട്ടില്ല, ഞാൻ ഇതിൻ്റെ വീടിൻ്റെ മുകളിലോട്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ചുമ്മാ ഒന്ന് പോയി നോക്കാം എന്താണ് ഇതിൻ്റെ മുകളെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ അപൂർവമായിരിക്കും. വന്നപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു പോകാറുണ്ട് കേട്ടോ. അധികം നേരമൊന്നും അങ്ങനെ നിൽക്കാറില്ല. അത് പടവലമൊക്കെ നിൽക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ ഗൈസ്. ഇത് പടവലങ്ങിയല്ലേ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ആണെന്ന് തോന്നുന്നു. അതോ കുക്കുംബറാണോ? കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഇതിലുണ്ട് ഏതോ ഒരു സംഭവമാണ്. അപ്പോൾ ഇതേണ്ട വീടിൻ്റെ മുകൾ ഭാഗമൊക്കെ എന്തോ ഒരടയല്ലേ. വലിയ വീടാട്ടോ, അത്യാവശ്യം വലിയ വീടാണ്. നല്ല സ്പേസാണ് ചേച്ചിയുടെ റൂമിനകത്തും ഹാളിനകത്തും ഒക്കെ കേട്ടോ. വലിയ വീടാണേ. ആ 2 ജാതി ഫ്രണ്ടിൽ നിൽക്കുന്നില്ല, അതാണ് കേട്ടോ. അത് രണ്ടും. സൂര്യൻ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. വൈബ് സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി ഗൈസ്. അപ്പോൾ വിച്ചൂസ് വിളിച്ചിട്ട് വിച്ചൂസിനോട് ഇവിടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കൊരു ചെറിയൊരു മനസ്സ് വിഷമൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മളെവിടെ പോയാലും നമ്മളെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും, അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പം ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സിറ്റുവേഷനാണ്. അതിൽ എന്താ പറയുക, അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആൾക്ക് സന്തോഷമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ സന്തോഷം. പക്ഷെ ആളില്ല, നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ചെറിയൊരു കുശുമ്പൊക്കെ ഇല്ലാണ്ടില്ലേന്ന് ചോദിച്ചാൽ ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ട്. മനുഷ്യനല്ലേ പുള്ളേ, കുശുമ്പൊക്കെ വരാണ്ടിരിക്കത്തില്ല. അപ്പോൾ ആരും വന്നിട്ടില്ല കേട്ടോ, നമ്മളൊക്കെ തന്നെ വന്നിട്ടുള്ളൂ. എല്ലാവരും വൈകിട്ടാകുമ്പോഴത്തേക്ക് വരും. ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയിട്ടേ അണയ്ക്കുന്നു, ശ്വാസം കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ അതൊക്കെ ഞാൻ താഴോട്ട് തന്നെ ഇറങ്ങട്ടല്ലേ. എന്നെ കാണാണ്ടവർ ഞാനത് കൂടെ പോയെന്ന് വിചാരിക്കും. ഇതിപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് ആകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലെങ്ത് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ബാലൻസ് അവരെല്ലാവരും വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ മിക്കവാറും വേറൊരു വ്ളോഗായിട്ടായിരിക്കും കേട്ടോ ഇടുന്നത്. ഇതൊരു വ്ളോഗ്, അത് വേറൊരു വ്ളോഗായിട്ടായിരിക്കും ഇടുന്നത് കേട്ടോ. ഞാൻ ചെല്ലട്ടെ, കഥകൊക്കെ തുറന്നിട്ടേക്കുക ബാക്കിൽ. നല്ല രസമാട്ടോ ഇവിടെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വൈകിട്ട് അടിച്ചു പൊളിച്ചേക്കുന്ന ഭാഗങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടു ബി കണ്ടിന്യൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ബൈ ഗായ്സ്.